ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇപ്രാവശ്യത്തെ നമ്മുടെ ഓണം ദേ ഇവിടാണ് കേട്ടോ, ഹോസ്പിറ്റലിൽ. കുഞ്ചുവിന് ചെറിയൊരു പനി പിടിച്ചിട്ടുണ്ട്. മാക്സിമം അഡ്മിറ്റ് ആവാതിരിക്കാൻ നമ്മൾ നോക്കി, പക്ഷേ ഉത്രാടത്തിൻ്റെ അന്ന് തന്നെ രാവിലെ കെട്ടും കിടക്കെ പെറുക്കി ഇങ്ങോട്ട് പോയിട്ടുണ്ട് വന്നു കേട്ടോ. അപ്പോൾ എവിടെയാണെങ്കിലും മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാനാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ നമ്മുടെ ഓണം കൂടിയല്ലേ, ഇവിടെ പാർക്കൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ചു വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ കാവേരി വീടിൻ്റെ ആദ്യത്തെ ഓണമായതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു മിസ്സിങ് ഉണ്ടായി കേട്ടോ. അവളുടെ സ്വന്തം വീട്ടിൽ നടക്കുന്ന പോലെ തന്നെ പാർക്കിലും റൂമിലൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമായിരുന്നു. പിന്നെ ഞാനും അതിൻ്റെ കൂടി മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാൻ തന്നെ നോക്കി കേട്ടോ. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഇത് തിരുവോണ ദിവസമാണ് കേട്ടോ. തിരുവോണ ദിവസം രാവിലെ തന്നെ കുളിച്ച് ഞങ്ങൾ റെഡിയായി ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ചേട്ടായും ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട്, അവനുമായിട്ട് അമ്പലപ്പുഴ അമ്പലത്തിൽ പോയിട്ട് നമുക്ക് തൃക്കൈ വെണ്ണയുടെ വഴിപാടൊക്കെ കഴിച്ചു. പിന്നെ ഒരു ഊഞ്ഞാലാട്ടം ഇല്ലാണ്ട് എന്തോ ഓണമല്ലേ. അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടിയിട്ട് കുഞ്ചു അത്ത ഇടാൻ വേണ്ടി അവിടെ ഉള്ള പൂക്കളൊക്കെ പറിച്ചിട്ട് വരുമായിരുന്നു കേട്ടോ. എന്നിട്ട് അവൾക്കറിയാവുന്ന പോലെ അവൾ അത്തമൊക്കെ ഇട്ടു. പിന്നെ നമ്മുടെ ബെഡിൻ്റെ അപ്പുറത്തെ ബെഡുകാരിയായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത്ത വിടുന്നതും. നമുക്ക് എല്ലാവർക്കും തിരുവോണം ഹോസ്പിറ്റലിൽ തന്നെ. പിന്നെ എന്താ, അവളുടേതായ രീതിയിൽ അവൾ അത്ത നോക്കിയിട്ട് അവൾ അടിച്ച് വിളിക്കുകയായിരുന്നു. ഞാൻ പിന്നെ ഇതൊക്കെ കണ്ട് അവിടെ ഇങ്ങനെ രസിച്ചിരിക്കുകയാണ്. ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ സദ്യ എത്തി. ശ്രീത്തും ചേട്ടനും കൂടെ സദ്യ കൊണ്ട് തന്നെ കേട്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഹോസ്പിറ്റൽ സദ്യ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അത് വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ, വീട്ടിലേക്കാട്ടി വേറൊരു സദ്യ കഴിക്കൽ. അപ്പോൾ സദ്യ എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ വെച്ച് കഴിച്ചുകൊണ്ട് നിർത്തില്ല, നല്ല ടേസ്റ്റും നല്ല ആക്രാന്തമായിരുന്നു സദ്യ കഴിക്കാനായിട്ട്. ഓൾറെഡി സദ്യ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ ഇങ്ങനെ ഒരു രീതിയിൽ കൂടി ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ഓണം എനിക്ക് ഭയങ്കരമായിട്ടും മിസ് ചെയ്യാനല്ല, ഒരിക്കലും ജീവിതത്തിൽ മറക്കാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ സദ്യ കഴിഞ്ഞപ്പോഴത്തേക്കും പായസം കൂടി ആയപ്പോഴത്തേക്കും വയറും മനസ്സും ഒക്കെ നിറഞ്ഞു കേട്ടോ. പിന്നെ തിരുവോണം ആയപ്പോഴത്തേക്കും ഡിസ്ചാർജ് ചെയ്ത് പോകുന്നവരെ നോക്കി കൊതിച്ചിങ്ങനെ ഞാൻ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ചുവിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നഴ്സ് വന്ന് വിളിച്ചു. എല്ലാ ദിവസവും ഒരു കുഴപ്പമില്ലാത്ത കുഞ്ചു തിരുവോണ ദിവസം ഇഞ്ചക്ഷൻ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിരുന്നു, അതെന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പാർക്കിലോട്ടൊക്കെ ഇറങ്ങി കുറച്ച് വെയിലൊക്കെ കൊണ്ടിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കുഞ്ചു ഒരു കളറിംഗ് ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ കളർ ചെയ്തിട്ടുണ്ട് ഇരിക്കുമായിരുന്നു. പിന്നെ എനിക്കൊരു മൈക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ട് അന്നത്തെ ദിവസം അങ്ങനെ പോയി.